friends, Assalamualaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്കോ ഫിൽസ് കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു കുക്കീസാണിത്. ഞാൻ ഈ കുക്കീസ് ഓവനില്ലാതെയും ചെയ്ത് കാണിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ചോക്കോ ഫിൽസ് കുക്കീസിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുത്തിട്ട് ഈ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ പാൽ ചേർത്തിട്ട് മെൽറ്റായി വരുന്നില്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി. ഞാനിവിടെ ഒരു സോസ് പാനിൽ കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഈ ഒരു കപ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കി ഡോ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് പൊടിച്ചെടുത്ത പഞ്ചസാര ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ മിക്സ് ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റും. ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു വയർ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്ററോ യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബട്ടറും ഷുഗറും കൂടെ നല്ല ക്രീമി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. കൊക്കോ പൗഡറിൽ എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കണമെന്ന് പറയുന്നത്. കട്ടയൊക്കെ ഒടിച്ച് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മാവ് അയക്കുന്ന പോലെ അങ്ങ് കുഴയ്ക്കൊന്നും ചെയ്യരുത്. ജസ്റ്റ് കൈ വെച്ചൊന്ന് കമ്പൈൻ ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഷേപ്പ് ചെയ്തെടുക്കണം. ചെറിയ ബൗൾസായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിതിനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൈകൊണ്ട് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഞാനിത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ചോക്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ആ ചോക്ലേറ്റിനെ നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. 12 മുതൽ 14 ബോൾസ് വരെ നമുക്കിതിൽ നിന്ന് കിട്ടും. നിങ്ങളുണ്ടാക്കുന്ന കുക്കീസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബോൾസ് ഉണ്ടാക്കി എടുത്താൽ മതി. നമുക്ക് ഈ കുക്കിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യാനുള്ളതാണ് ഈ ബോൾസ്. അപ്പോൾ ഒരുപാട് വലുപ്പം ഉണ്ടാവാനായിട്ട് പാടില്ല. ഞാനിപ്പോൾ ഇതിന് ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ചോക്ലേറ്റ് മെൽറ്റായി പോകുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ കുക്കീസും ഫില്ല് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഡോ എടുക്കുന്നത്. ഇതുപോലൊരു ടേബിൾ സ്പൂൺ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു അളവിൽ ഡോ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം. ഇനി തള്ളവിരൽ വെച്ചിട്ട് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിനൊന്ന് പരത്തിയെടുക്കണം. അതിനുള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ ബോൾ വെച്ച് കൊടുക്കണം. എന്നിട്ട് ക്രാക്ക് ഒന്നും ഇല്ലാതെ നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കവർ ആവുന്ന രീതിയിൽ അതിനെ ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ നല്ലൊരു ബോൾ ഷേപ്പിലായിട്ടുണ്ട്. ഞാനിതിനെ പ്രസ് ചെയ്തെടുക്കുന്നൊന്നുമില്ല. ഈ ഒരു ഷേപ്പിൽ തന്നെ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുക്കീസ് ബേക്ക് ആവുന്ന സമയത്ത് ഇത് സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ കുറച്ച് സമയം കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുക്കീസ് ഒരുപാട് പരന്ന് പോവില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കീസ് എല്ലാം ഒരു ട്രേയിലേക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഞാനിതിൽ ഓവൻ ഇല്ലാതെയും ചെയ്ത് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കുക്കീസ് ഒരു ചെറിയ ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. അത് നമുക്ക് സ്റ്റൗ ടോപ്പിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കുക്കീസ് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. 175 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ 15 തൊട്ട് 18 മിനിറ്റ് വരെ നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കുക്കീസ് എല്ലാം ബേക്കായി വന്നിട്ടുണ്ട്. ആദ്യം തൊടുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ടിരിക്കും. നല്ലതുപോലെ തണുത്തതിന് ശേഷം അത് കറക്റ്റ് ടെക്സ്ചറായി മാറും. ഇനി നമുക്ക് സ്റ്റൗ ടോപ്പിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല ഡീപ്പായിട്ടുള്ളൊരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് അടച്ച് വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഈ പോട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ളിലേക്ക് കുക്കീസ് നിരത്തി വെച്ചിരിക്കുന്ന ആ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 15 തൊട്ട് 18 മിനിറ്റ് വരെ ഇതിനെ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം 18 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കുക്കീസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്.
ഈ ഒരു കുക്കീസും തൊടുമ്പോൾ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് നല്ലതുപോലെ തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.